നടി ഗൗരി ലക്ഷ്മി വീണ്ടും വിവാഹിതയായി. പുതിയ ഭർത്താവ് കമലേഷിനൊപ്പം നിൽക്കുന്നതാണ് ആദ്യ ഭർത്താവ്. തനിക്ക് പറ്റാത്തത്, അതെ, ഒരു സ്ത്രീ ആഗ്രഹിച്ച ജീവിതം അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതാണ് അതിനുള്ള യഥാർത്ഥ മരുന്ന്. അവരിഷ്ടപ്പെടുന്ന, അവരാശിച്ച ജീവിതം തരാൻ കഴിയും എന്ന് വിശ്വാസമുള്ള ആളോടൊപ്പം ജീവിക്കാൻ അനുവദിക്കുക. ഗായിക ഗൗരി ലക്ഷ്മിയുടെ വിവാഹമായിരുന്നു ഞായറാഴ്ച. വിഷ്വൽ ആർട്ടിസ്റ്റ് കമലേഷാണ് ഗൗരിയെ വിവാഹം കഴിച്ചത്. ഇരുവർക്കും ആശംസകൾ അറിയിച്ച് ഗൗരി ലക്ഷ്മിയുടെ മുൻ ഭർത്താവ് ഗണേഷ് വെങ്കട്ടരമണി പങ്കുവച്ച പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത്. കുടുംബാംഗങ്ങളെല്ലാം ഒരു രക്തത്തിൽപ്പെട്ടവരാകണം എന്നില്ല എന്ന അടിക്കുറിപ്പോടെയാണ് നവദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ച് ഗണേഷ് ഇരുവർക്കുമൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത്. ഗൗരിയുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം വിവാഹത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു മുൻ ഭർത്താവ് ഗണേഷ്. 2018 ഗൗരിയുടെ ആദ്യ വിവാഹം. ചെന്നൈ സ്വദേശിയായ ഗണേഷ് ഗൗരി ബാൻഡിലെ ഡ്രമ്മറായിരുന്നു. ഗണേഷ് തന്റെ പാട്ടുകളുടെ ആരാധകനായിരുന്നു എന്നും ആരാധന, സ്നേഹവും സൗഹൃദവും പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു എന്ന് ഗൗരി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. വഴക്കിടാൻ വേണ്ടി മാത്രം ഗണേഷ് മലയാളം പഠിച്ചു എന്നും അന്ന് ഗൗരി പറഞ്ഞു. 2019 ചേർത്തലയിൽ ഇരുവരും ചേർന്ന് ഇസൈക്കൂട് എന്നൊരു വീടും നിർമ്മിച്ചിരുന്നു. പിന്നീട് വേർപിരിഞ്ഞെങ്കിലും ഇരുവരും അടുത്ത സൗഹൃദം സൂക്ഷിച്ചു. ഗൗരിയുടെ സംഗീത ആൽബങ്ങളിലെല്ലാം ഇരുവരും ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഗൗരിയുടെ വിവാഹത്തിന്റെ ഫോട്ടോകൾ പങ്കുവെച്ച് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കൂ എന്ന വാക്കുകളുടെ കുറിപ്പും പങ്കുവെച്ചാണ് ഗണേഷ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മിയും കലേഷും മറുപടിയും നൽകിയിരിക്കുന്നു. അതെ, എല്ലാം നല്ലതായി കലാശിക്കട്ടെ. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.